ഹലോ, എല്ലാവർക്കും മോൺസ് വാർഡ്രോബിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ഓണം സ്പെഷ്യൽ കളക്ഷൻസും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന ഡിസൈനർ സെറ്റ് സാരിയാണ് കാണിക്കുന്നത്. ഇത് നോക്കിയാൽ അറിയാം, ഇതൊരു നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. കണ്ടോ, ഇങ്ങനെ സിൽവർ വീവിങ് വന്നിരിക്കുന്ന നല്ലൊരു കോട്ടൺ ഫാബ്രിക് ആണിത്. ഈ കോട്ടൺ ഫാബ്രിക്കിൽ നമ്മൾ ഇതുപോലെയുള്ള ബോർഡർ അറ്റാച്ച് ചെയ്തിരിക്കുക. ഈ ബോർഡർ എന്ന് പറയുമ്പോൾ ഇതൊരു സിൽവർ ടിഷ്യൂ ബോർഡറും ഉണ്ട്, ബ്ലാക്ക് ടിഷ്യൂ ബോർഡറും ഉണ്ട് കേട്ടോ. ഈ സിൽവറിന്റെ രണ്ട് ബോർഡറും ബ്ലാക്കിന്റെ ഒരു ബോർഡർ മിഡിലൂടെ ഇങ്ങനെയാണ് ഈ സാരിയുടെ ലുക്ക് വരുന്നത്. ഇനി ഈ സാരിയുടെ ബ്ലൗസ് നല്ല കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഒരു ഡിസൈനർ കോട്ടൺ ഫാബ്രിക് ആണ്, ഒരു വീവിങ് വന്നിരിക്കുന്ന ടൈപ്പ് ഫാബ്രിക് ആണ് ഇത് കേട്ടോ. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. അതുപോലെ തന്നെ ഈ ബ്ലൗസിൽ ഇതുപോലെയുള്ള സിൽവർ ലൈൻസും വന്നിട്ടുണ്ട്, വീവിങ്ങും വന്നിട്ടുണ്ട്. കണ്ടോ, ബ്ലൗസിന്റെ സ്ലീവിലും ഇതുപോലെ ടിഷ്യൂ ബോർഡേഴ്സാണ് വെച്ചിരിക്കുന്നത്. സിൽവർ ടിഷ്യൂ ഉണ്ട്, ബ്ലാക്ക് ടിഷ്യൂ ഉണ്ട്. ഇങ്ങനെയാണ് സാരിയുടെ ലുക്ക് വരുന്നത്. ഇനി ഇതുപോലുള്ള കുറച്ച് സാരീസ് ഉണ്ട്. അടുത്തത് ഒരു ക്രീം കളറിൽ തന്നെ വരുന്ന നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന മറ്റൊരു ഡിസൈനർ സാരിയാണ്. കണ്ടോ, ഇതിലും അതെ ഒരു ചെക്ക് പാറ്റേൺ ആണ് ഈ ഫാബ്രിക് ത്രൂ ഔട്ട് വന്നിരിക്കുന്നത്. അതിലൊരു സിൽവർ ലൈൻസും വന്നിട്ടുണ്ട്, ഇതുപോലെ സിൽവർ വീവിങ്ങും വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിന്റെ ബോർഡർ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു റെഡും ഗോൾഡനും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ഫാബ്രിക്കും അതുപോലെ തന്നെ ബ്ലാക്ക് ടിഷ്യൂ ഫാബ്രിക്കും കൊണ്ടാണ് ബോർഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ സാരി ത്രൂ ഔട്ട് ഇതുപോലെയുള്ള ബോർഡറാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ബ്ലൗസ് കണ്ടോ, ഇതിന്റെ ബ്ലൗസ് ചെയ്തിരിക്കുന്നതും സെയിം ഫാബ്രിക് തന്നെയാണ്. സെയിം ഫാബ്രിക് തന്നെ ഈ സ്ലീവിന്റെ എൻഡിൽ ഈ രണ്ട് ബോർഡറുമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബ്ലൗസോ അല്ലെങ്കിൽ റെഡ് ബ്ലൗസ് ഇട്ടാലും നല്ലതായിരിക്കും. ഇങ്ങനെയാണ് ഈ സാരി ഇതിന്റെ ബ്ലൗസ് വരുന്നത്. അടുത്തത് ഇത് നോക്കാം. ഇതും അങ്ങനെ തന്നെ നല്ലൊരു കോട്ടൺ ഫാബ്രിക് ആണ്. കണ്ടോ, കോട്ടൺ ക്രീം കളറിലുള്ള കോട്ടൺ ഫാബ്രിക് ആണ്. ഈ ഫാബ്രിക്കിൽ ഇത് കണ്ടോ, ഒരു ഗ്രീനും ഒരു സഫർ കളറിലും ഒരു ബ്ലാക്ക് കളറിലുമുള്ള ചെറിയ ചെറിയ ബുട്ടീസ്, ചെറിയ ചെറിയ വീവിങ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള കണ്ടോ, ഇതുപോലുള്ള വീവിങ്സാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ബോർഡേഴ്സ് എന്ന് പറയുന്നത് ഒരു അക്കോബ ടൈപ്പ് ഒരു ഗ്രീൻ കളറിൽ, ഒരു സഫർ ഗ്രീൻ കളറിലുള്ള ഒരു ഫാബ്രിക്കും പിന്നെ ആ സിൽവർ ടിഷ്യൂ ഫാബ്രിക്കും ബ്ലാക്ക് ടിഷ്യൂ ഫാബ്രിക്കും കൊണ്ടിട്ടാണ് നമ്മൾ ഇതിന്റെ ബോർഡർ ചെയ്തിരിക്കുന്നത്. ഈ സാരി ത്രൂ ഔട്ട് ഇതുപോലെയുള്ള ബോർഡറാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ ത്രൂ ഔട്ട് ഇതുപോലെ ബോർഡറാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബ്ലൗസ് ചെയ്തിരിക്കുന്നത് ഒരു അക്കോബ ഫാബ്രിക് കൊണ്ടാണ് ഇതിന്റെ ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഈ ബ്ലൗസിന്റെ അക്കോബ ഫാബ്രിക് ഉണ്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക് ആണ് കേട്ടോ. ഇതിന്റെ ബ്ലൗസിന്റെ സ്ലീവിന്റെ എൻഡിൽ ഈ സാരിയിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെയുള്ള ബോർഡറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സാരി ഇതിന്റെ ബ്ലൗസ് വരുന്നത്. അടുത്തത് ഇതും അതെ ഒരു ക്രീം ഷെയ്ഡിലുള്ള നല്ല കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. കോട്ടൺ ഫാബ്രിക് ആണ്. ഈ ഫാബ്രിക്കിൽ ഇതുപോലെയുള്ള ഒരു സിൽവർ അല്ല, ഒരു ആൻറ്റിക് കളറിലുള്ള വീവിങ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരു നീം ജെറി കളറിലുള്ള വീവിങ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരു 1/2 ഇഞ്ചിലുള്ള വീവിങ്ങും അതുപോലെ തന്നെ ചെറിയ ചെറിയ വീവിങ്സും ഇതിൽ വന്നിട്ടുണ്ട്. ഈ സാരി ത്രൂ ഔട്ട് ഇതുപോലെ തന്നെയാണ് വരുന്നത്. കണ്ടോ, ഇതിന്റെ എൻഡിൽ ഇതുപോലെ നമ്മൾ ടാസിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ടാസിലാണ് ചെയ്തിരിക്കുന്നത്. ബ്ലൗസിന്റെ ഫാബ്രിക് കണ്ടോ, ഇതാണ് ബ്ലൗസ് അറ്റാച്ച് വച്ചിരിക്കുന്നത് ഇതിന്. ഈ ബ്ലൗസിന്റെ ഫാബ്രിക് കൊണ്ടുള്ള നല്ല ഭംഗിയുള്ള ടാസിലും ഇതിൽ ചെയ്തിട്ടുണ്ട്. കണ്ടോ, വിത്ത് ബീഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ സാരി ഇതിന്റെ ബ്ലൗസ് വരുന്നത്. അടുത്തത് ഒരു റെഡ് കളറിലുള്ള റെഡില് ഗോൾഡൻ ഇതുപോലുള്ള വീവിങ് വരുന്ന ഒരു ഫാബ്രിക് ആണ്. ഇതാണ് സാരിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ സാരിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതുപോലെ സെയിം ഫാബ്രിക് കൊണ്ടുള്ള ടാസിൽ ചെയ്തിട്ടുണ്ട്. വിത്ത് ബീഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ,
ഈ സാരി ത്രൂ ഔട്ട് ഈ സെയിം ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. ബോർഡർ ഒന്നും ഇതിന് വേറെ ചെയ്തിട്ടില്ല, ടാസിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ സാരിയുടെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഒരു ലക്നവി ഫാബ്രിക്കാണ് ഇതിൽ ബ്ലൗസ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഗോൾഡൻ കളറിലുള്ള ഒരു ഡാർക്ക് ചിക്കു ഗോൾഡൻ കളറിലുള്ള ലക്നവി ഫാബ്രിക്കാണ് ഇതിൽ ബ്ലൗസ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും സാരി ബ്ലൗസ്. അടുത്തത് ഇത് നമുക്ക് ഇതുപോലെ സാരി ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ്. കണ്ടോ, ഒരു ത്രൂ ഔട്ട് സിൽവർ ലൈൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. സിൽവർ വീവിംഗ് ആണ് ഈ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത്. വളരെ നൈസ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ ഇത്. ഇതിൽ നമുക്ക് ബ്ലൗസ് ചെയ്യണമെങ്കിൽ ഇത് കണ്ടോ, നല്ലൊരു പിസ്ത ഗ്രീൻ കളറിലുള്ള ബ്ലൗസാണ് ഇതിനോടുകൂടി ഞാൻ പെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ റോ സിൽക്കിൻ്റെ ആണ് ബ്ലൗസ്. റോ സിൽക്ക് ഫാബ്രിക്കാണിത്. റോ സിൽക്ക് ഫാബ്രിക്കിൽ ഇത് കണ്ടോ, ഇതുപോലെ ഇന്നർ പോർഷനിൽ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവർ ബുട്ടീസ് വന്നിട്ടുണ്ട്. ഇത് എംബ്രോയിഡറി ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ ആ സ്ലീവിൻ്റെ എൻ പോർഷനിൽ വരാൻ പാകത്തിന് ഇതുപോലെ ഒരു ബോർഡറും ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ. പക്ഷേ വീഡിയോയിൽ ചിലപ്പോൾ കുറച്ചൊരു സഫയർ ഗ്രീൻ ആയിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ള പിസ്ത ഗ്രീൻ കളറിൽ സിൽവർ എംബ്രോയിഡറി വരുന്ന റോ സിൽക്കിലെ ഫാബ്രിക്കാണ്. ഈ ഡിസൈനർ സെറ്റ് സാരീസ് കൂടാതെ നമുക്ക് ഇതുപോലെയുള്ള സെറ്റ് സാരീസും വരുന്നുണ്ട്. ഇതിൽ ഈ ടിഷ്യൂ ആണ് കേട്ടോ. ഇത് ടിഷ്യൂവിൻ്റെ സെറ്റ് സാരിയാണ് വരുന്നത്. ഇതിൽ മുന്താണിയിൽ ഈ ഒരു 2 ഇഞ്ച് രീതിയിൽ വരുന്ന ബോർഡറും ഇതിൻ്റെ ബോഡി വന്നിരിക്കുന്നത് കണ്ടോ, ഇതൊരു മ്യൂറൽ, ഇത് പെയിൻ്റ് അല്ല, മ്യൂറൽ പ്രിൻ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ വലിയ മ്യൂറൽ പ്രിൻ്റ് വന്നിരിക്കുന്ന സാരിയാണ്. ഇത് ഒന്നും എടുക്കുന്നില്ല. ഇങ്ങനെയാണ് സാരിയുടെ ഇന്നർ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഈ സാരിയുടെ സെറ്റ് സാരി ആയതുകൊണ്ട് ഒരുപാട് വിടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോവും. പല്ലു ഭാഗം ഇതുപോലെ വലിയ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഇത് വിത്ത് ബ്ലൗസാണ്, സെൽഫ് ബ്ലൗസ് ആയിരിക്കും, റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഗ്രീൻ ബ്ലൗസ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് റോ സിൽക്കിൽ തന്നെ കണ്ടോ, ഇതുപോലെ ഗോൾഡൻ വീവിങ് വരുന്ന ബ്ലൗസ് പീസാണ്. ഈ ബ്ലൗസ് പീസ് ഈ സാരിയുടെ കൂടെ പെയർ ചെയ്യുമ്പോഴും നല്ല ഭംഗിയായിരിക്കും. നല്ല ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള റോ സിൽക്ക് ഫാബ്രിക്കാണ് അത്. കണ്ടോ, അടുത്തത് അപ്പോൾ ഇതുപോലെയുള്ള മ്യൂറൽ പെയിന്റ് വരുന്ന സാരീസ്, നമുക്ക് മ്യൂറൽ പ്രിന്റ് വരുന്ന സാരീസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് എംബ്രോയിഡറി വരുന്ന സാരിയാണ്. കണ്ടോ, സാരിയുടെ പല്ലു ആണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. കണ്ടോ, പല്ലു ഇതുപോലെയാണ് വരുന്നത്. നല്ല ഒരു ബേർഡിൻ്റെ ഡിസൈനും ഗ്രീനും മജന്ത ഷെയ്ഡിലുമാണ് വന്നിരിക്കുന്നത്. എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന തെങ്ങും ഒക്കെ ചെറിയ ചെറിയ കിളികളും ഒക്കെയുള്ള ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇന്നർ പോർഷൻ വരുന്നത്, സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെയാണ് സാരിയുടെ ഇന്നർ പോർഷൻ വരുന്നത്. ഇതിൽ ത്രൂ ഔട്ട് ഇതുപോലെ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ബ്ലൗസ് പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇത് കുറച്ച് ഡാർക്കാണ്. ഇത് പ്യുവർ സിൽക്കിൽ വരുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ. പ്യുവർ സിൽക്കിൽ ഗോൾഡൻ വീവിങ് വരുന്ന ബ്ലൗസ് പീസാണ്. ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അടുത്തത് ഇത് ടിഷ്യൂവിൽ ഗോൾഡൻ വീവിങ് മാത്രം വരുന്ന സാരിയാണ്. ഇതുപോലെയാണ് സാരിയുടെ പല്ല് വരുന്നത്. ഇതുപോലെ വെർട്ടിക്കലായിട്ട് ഇതുപോലെ വേവി പാറ്റേൺ വന്നിട്ടുണ്ട്. അതുപോലെ ഇത് കണ്ടോ, ഇതുപോലുള്ള വീവിങ്ങും ഈ സാരിയിൽ വന്നിട്ടുണ്ട്. ബോർഡർ ഇന്നർ പോർഷൻ, സാരിയുടെ ഇന്നർ പോർഷൻ ത്രൂ ഔട്ട് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ബോർഡർ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിലും വിത്ത് ബ്ലൗസ് ഉണ്ട്. എല്ലാ സാരിക്കും വിത്ത് ബ്ലൗസ് ആണ്. സെയിം റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും. നമുക്ക് ഡാർക്ക് കളർ ചെയ്ത ബ്ലൗസ് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ബ്ലൗസ് അറ്റാച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, നോർമൽ നമ്മൾ
നമ്മുടെ കസവ് മാത്രമുള്ള സെറ്റ് സാരീസ് ആണ്. ഇത് 2 രീതിയിലുള്ള ബോർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതൊരു കുറച്ചുകൂടി ആൻറ്റിക് ആയിട്ടുള്ള ഒരു ബോർഡറാണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. പല്ലൂല് ഇത്ര രീതിയിൽ വരും, ഇന്നർ പോർഷനിൽ ഈ ഒരു രീതിയിലായിരിക്കും ബോർഡർ വരുന്നത്. നോർമൽ സെറ്റ് സാരി. ഈ സെറ്റ് സാരിക്കൊക്കെ കണ്ടോ ഇതുപോലെയുള്ള ബ്ലൗസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഡാർക്ക് പർപ്പിൾ അല്ലെങ്കിൽ ബോട്ടിൽ ഗ്രീൻ, നല്ല ഭംഗിയാണ്. കണ്ടോ, ഡാർക്ക് ബ്ലൂ, ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിൽ എന്താണ് റോസ് സിൽക്കിൽ തന്നെ റോയൽ ബ്ലൂ ഷെയ്ഡിൽ ഗോൾഡൻ വീവിങ് വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസ് പീസാണ്. അങ്ങനെ ഒരു സാരി ബ്ലൗസ്. അടുത്തത് സെറ്റും മുണ്ടാണ്. ഇത് സിൽവർ ടിഷ്യൂ ബോർഡർ മാത്രമുള്ള സെറ്റും മുണ്ടാണ് കേട്ടോ. ഇങ്ങനെ വരും. നോർമൽ സെറ്റും മുണ്ട് കണ്ടോ, 2 പോർഷൻ ഉണ്ടെന്നറിയാലോ. ഇങ്ങനെ ഒരു സെറ്റും ഉണ്ട്. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതാ ഈ ബ്ലൗസ് വെയർ ചെയ്താൽ നല്ല ഭംഗി. ലൈറ്റാണ്, മൊത്തത്തിൽ ലൈറ്റായിട്ടായിരിക്കുന്നത്. കണ്ടോ, പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. പിസ്ത ഗ്രീനിൽ സിൽവർ വീവിങ് ആയി ഇതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സെറ്റ് സാരിക്ക്, ഈ സെറ്റ് മുണ്ടിന് ഇത് നമുക്ക് വെയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. റോസ് സിൽക്കിൽ ഗോൾഡൻ വീവിങ് വരുന്ന ബ്ലൗസ് പീസസ് ആണ് കേട്ടോ. അതുപോലെ ഇതൊരു ബനാറസി വീവിങ് വരുന്ന ബ്ലൗസ് പീസ. ഒരു ഗ്രേ ഷെയ്ഡിൽ സിൽവറും ഗോൾഡൻ കളർ വീവിങ്സും ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. ഇത് സിൽവർ ടിഷ്യൂ, ഇതുപോലെയുള്ള ഇത് കണ്ടോ, സിൽവർ ടിഷ്യൂവിനാണെങ്കിലും ഭംഗിയായിരിക്കും, അതുപോലെ ഗോൾഡൻ ആണെങ്കിലും ഈ ബ്ലൗസ് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെറ്റ് മുണ്ടുകൾ, ഇതുപോലെയുള്ള എല്ലാ കളറിലുള്ള സെറ്റ് മുണ്ടുകളുണ്ട്. സിൽവർ ടിഷ്യൂവിൽ വരുന്നതുണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, അതുപോലെയുള്ള സെറ്റ് മുണ്ടുകളുണ്ട്. ഇതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് അജ്രക്കിന്റെ ബ്ലൗസ് പീസസ് ഉണ്ട്. അജ്രക്കിന്റെയോ ഇതുപോലെ ഇക്കത്തിന്റെയൊക്കെ ബ്ലൗസ് പീസ് ഇതുപോലെ ബ്ലാക്ക് കരയുള്ള സെറ്റ് മുണ്ടിന്, സെറ്റ് സാരിക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇത് കണ്ടോ, ഈ ബ്ലാക്ക് കരയുള്ള സെറ്റ് മുണ്ടിന് ഇതുപോലെ ഒരു ഇക്കത്തിന്റെ ബ്ലൗസ് പീസാണിത്. ഇക്കത്തിൽ ഇതുപോലെ നമ്മൾ സ്ലീവിന്റെ എൻഡ് പോർഷനിൽ മാത്രം ഇതുപോലെ ബീഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും. അപ്പൊ ഇത്രയും സാരീസും സെറ്റ് മുണ്ടും ബ്ലൗസ് പീസസും ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഐറ്റം കോഡോട് കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യണം. അല്ലെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് അയക്കണം. ഇപ്പോൾ നമ്മൾ വീഡിയോ ആദ്യം യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുന്നത്, അതിനുശേഷമാണ് ഫേസ്ബുക്കിൽ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിലെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്